വന്യമൃഗശല്യം തടയാൻ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനം. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കമലേഷ്, ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് നിയമിക്കുന്നത്? എന്തൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥന്റെ അധികാരപരിധി? ലിബീഷ്, ഇന്ന് മുഖ്യമന്ത്രിയും വയനാട് ജില്ലയിലെ MLA-മാരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ്, ആ യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം വന്നിട്ടുള്ളത്. CCF റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ സ്പെഷ്യൽ ഓഫീസറായി വയനാട്ടിലേക്ക് നിയമിക്കും എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ അധികാരങ്ങളോടും കൂടി, അതായത് പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇടപെടാനുള്ള എല്ലാ അധികാരങ്ങളോടും കൂടിയ ഒരു ഉദ്യോഗസ്ഥരെയായിരിക്കും ഇവിടെ നിയമിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 RRT സംഘങ്ങളെ കൂടി വയനാട്ടിലേക്ക് നിയോഗിക്കാനുള്ള ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, ഈ വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് സർക്കാർ ആശുപത്രികൾക്കൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ലഭ്യമാക്കണമെന്നുള്ളതാണ്. ഈ സൗജന്യ ചികിത്സ ഇവിടെ രണ്ടിടത്തും, അതായത് സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനാവശ്യമായ ഒരു തീരുമാനം കൂടി ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. വയനാട് ജില്ലയിലെ ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയുമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ വലിയ വിഷയങ്ങൾ വയനാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യത്തിലാണ് ഇതൊരു സഭയിലടക്കം അടിയന്തര പ്രമേയമൊക്കെയായി ഈ വിഷയം ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് MLA-മാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഇത്തരം തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. ലിബീഷ്. ശരി കമലേഷ്, വയനാട്ടിൽ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. CCF റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയായിരിക്കും നിയമിക്കുക. വിവരങ്ങളാണ് കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തൃപ്പൂണിത്തുറ സ്ഫോടന കേസിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായി സബ് കളക്ടർ K. മീര സംഭവസ്ഥലം സന്ദർശിച്ചു. നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ദുരന്തബാധിതർ നാളെ കോടതിയിൽ ഹർജി സമർപ്പിക്കും. പോലീസ് കസ്റ്റഡിയിലെടുത്ത 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൃപ്പൂണിത്തുറ ചൂരക്കാട്